വളരെയധികം സങ്കടം തോന്നിയ ഒരു കാര്യമാണ് ഈ ഡീറ്റെയിൽസിലെ ആൺകുട്ടിയുടെ അമ്മയുമായിട്ട് സംസാരിച്ചപ്പോൾ. വളരെ വിഷമം തോന്നി, സങ്കടം തോന്നി. ഒരെണ്ണം കൊണ്ടല്ല. അമ്മ പറഞ്ഞു, അച്ഛൻ ഇപ്പോൾ ഇല്ല. അച്ഛന് വളരെ വിഷമമായിരുന്നു. അച്ഛന് മോൻ്റെ കല്യാണം ഒരുപാട് നോക്കി, ഒരുപാട് ആലോചന അച്ഛൻ നോക്കി, ഒന്നും നടന്നില്ല. അച്ഛനും ആ ടൈമിനൊക്കെ നല്ല വിഷമമായിരുന്നു. അപ്പം അച്ഛനും ഇല്ല. ഇനി ഞാൻ ജീവനോടെ ഇരിക്കുമ്പോഴെങ്കിലും എൻ്റെ മോൻ്റെ കല്യാണം ഒന്ന് നടത്താൻ സാധിച്ചിരുന്നെങ്കിൽ, കാരണം പിന്നെ അവനാരും ഇല്ലല്ലോ. ഞാൻ ജീവനോടെ ഇരുന്ന എനിക്ക് അത്രയും സമാധാനമായില്ലേ. അമ്മയുടെ വാക്കുകൾ അതാണ്. ഒരുപാട് ആലോചനയൊക്കെ വരുന്നുണ്ട്. അത് ജാതകമൊക്കെ നോക്കി ഒന്നും പൊരുത്തം ചേർന്നില്ല. അമ്മ അത് തന്നെയാണോ കാരണം? മോൻ്റെ വിദ്യാഭ്യാസം, മോന് +2 IT ആണ്. എന്താ ജോലി? മോന് ഇലക്ട്രീഷ്യനാണ്. അപ്പം അതും ഒരു കാരണമാണ്. ആയിരിക്കാം, അതും ഒരു കാരണമൊക്കെ ആയിരിക്കാം. കാരണം ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ വിദ്യാഭ്യാസം, ജോലി, ആരുടെയും തെറ്റല്ല, അവർക്ക് നല്ല വിദ്യാഭ്യാസവും ഉണ്ട്. അപ്പോൾ പ്രൈവറ്റ് ആയിരുന്നാലും നല്ല വിദ്യാഭ്യാസവും നല്ല കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതൊക്കെ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ അങ്ങനെ ചിന്തിക്കുകയാണ്, തെറ്റല്ല എന്ന് പറയുന്നില്ല. പിന്നെ അറിയാലോ, ഗവൺമെന്റ് ജോലിയുള്ളത് ഇതൊക്കെയാണ് നോക്കുന്നത്. പക്ഷെ മോളെ, എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മകന് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടോ ഒന്നുമില്ല. അവന് സ്വന്തമായിട്ട് സ്ഥലമുണ്ട്, നമുക്ക് വീടുണ്ട്, എല്ലാം മോനുള്ളതാണ്. സാമ്പത്തികമായിട്ടും എല്ലാ ചുറ്റുപാടുമുണ്ട്, ഒന്നിനും ഒരു കുറവില്ല. നല്ലൊരു പെൺകുട്ടിയെ, ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ മതി. നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു ഡിമാൻഡും ഇല്ല. പിന്നെ അത്യാവശ്യം വേണ്ട ജാതക പൊരുത്തങ്ങൾ കാര്യങ്ങൾ നോക്കി പോകണം എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു അമ്മയുടെ മകന്റെ ആലോചനയെ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക. ആൺകുട്ടിക്ക് 32 വയസ്സാണ്, ഹിന്ദു ഈഴവ കാസ്റ്റ് ആണ്. ഒന്ന് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അത്യാവശ്യം +2 IT ആണെങ്കിലും അത്യാവശ്യം നല്ല വരുമാനമുണ്ട്. ഇലക്ട്രീഷ്യൻ ആണ്, കോൺട്രാക്ട് വർക്കാണ് എടുത്ത് ചെയ്യുന്നത്. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, കാണാൻ ആവശ്യത്തിന് ഭംഗിയുണ്ട് എന്നുള്ളതാണ്. ഈ ഇമേജിൽ കാണുന്ന ആളല്ല. അവരുടെ ഫുൾ ഡീറ്റെയിൽസ് ആരെങ്കിലും കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ വാട്സപ്പിലേക്ക് ആൺകുട്ടീനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും ഷെയർ ചെയ്ത് തരും. ആരെയും നിർബന്ധിക്കുന്നില്ല. താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ, സാധാരണ ഫാമിലിയിൽപ്പെട്ട പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, എനിക്കിവിടെ ആവശ്യം പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് പറയുമ്പോഴുള്ള വ്യൂസ് അല്ല, ആൺകുട്ടികളുടെ ആലോചനയുടെ കാര്യങ്ങളും പറയുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ പെൺകുട്ടികളോ പെൺകുട്ടിയുടെ വീട്ടുകാരോ ഒക്കെ ഇത് കാണുന്നു, അവരുടെ സുഹൃത്തുക്കളോ ഒക്കെ കാണുന്നുണ്ട്, ഉറപ്പായിട്ടും ആർക്കെങ്കിലും ഒക്കെ വേണ്ടിയിട്ട് ഒന്ന് മെസ്സേജ് ചെയ്യുകയോ കോണ്ടാക്ട് ചെയ്യുക. ആരുടെയെങ്കിലും ഒക്കെ വിവാഹം നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്നുള്ളതാണ്. ഒരിക്കലും എല്ലാ ഡീറ്റെയിൽസും